സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ സാന്ദീപനി സാധനാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സാധന മാതൃസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും സത്സംഗത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. അതിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് രാമായണം തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് വിചാരിക്കുകയാണ്. രാമായണത്തിന് യുഗങ്ങളുടെയോ സഹസ്രാബ്ദങ്ങളുടെയോ ഒക്കെ പഴക്കമുണ്ട്. എന്നാലും ഈ 28ാമത്തെ ചതുർയുഗത്തിലും ഈ സദ്ഗ്രന്ഥത്തിന് പ്രസക്തിയേറുന്നു എന്ന് പറയുന്നു. ബ്രഹ്മരാമായണത്തിൽ ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മഞ്ഞിൽ പുഴകൾ ശൈലങ്ങളിവ നിൽക്കുന്ന നാൾ വരെ രാമായണമുപാഖ്യാനം പാരാകെ പ്രചരിക്കുമേ എന്ന്. ഈ പുഴകളും മലകളും പൂക്കളും തടാകങ്ങളും ഈ പ്രകൃതിയും എത്രത്തോളം കാലമുണ്ടോ അത്രയും കാലം രാമായണം ഉണ്ടാകും എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രകൃതി ഇല്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ശ്ലോകം തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ പ്രകൃതിയെ കൂടാതെ മനുഷ്യന് ജീവിതം സാധ്യമാകില്ല എന്നത് തന്നെ. അപ്പോൾ നോക്കൂ, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി അതിനെ പുനർ24,000 നമുക്ക് സംഗ്രഹിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പോൾ രാമായണം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കർക്കിടക മാസത്തെ ചേർത്ത് വെച്ച് നമ്മൾ ഓർക്കുന്ന ഒരിതാണ്. അപ്പോൾ കർക്കിടക മാസം കാലിക പ്രസക്തിയോടുകൂടി മനസ്സിലാക്കുമ്പോൾ കേരള ജനതയ്ക്ക് പേമാരിയുടെയും കൂരാകൂരിട്ടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ കഥകളാണ് പറയാനുള്ളത്. പഞ്ഞമാസം എന്നൊക്കെ പണ്ട് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. മുത്തശ്ശിമാർ പറയുമായിരുന്നു, അന്നത്തെ മനസ്സിൻ്റെ തമസിനെ അകറ്റുവാൻ വേണ്ടി, ദാരിദ്ര്യത്തെ അകറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ രാമായണം എന്നാണ് അവർ, രാ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് പറയും. അപ്പോൾ ആ ഇരുട്ടിനെ അകറ്റുവാൻ വേണ്ടി അവർ കൂട്ടുപിടിച്ച ഒരു സദ്ഗ്രന്ഥം തന്നെയാണ് രാമായണം. രാമകഥകൾ മനസ്സിന് ഊർജവും വീര്യവും ഒക്കെ പകർന്ന് പ്രതീക്ഷകളോടുകൂടി വീണ്ടും വീണ്ടും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു അമൃതമായി പണ്ടുള്ളവർ രാമായണത്തെ സ്വീകരിച്ചിരുന്നു. ഇന്ന് ഏറെ വിശേഷപ്രദമായി കർക്കിടകത്തിൽ രാമായണ മാസമായി നമ്മൾ ഏവരും അതിനെയൊക്കെ ആചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, രാമായണത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 3 തരത്തിലാണ് നമ്മളുടെ സനാതന ഗ്രന്ഥ സംഹിതകളെ തിരിച്ചിട്ടുള്ളത്. അതായത് പ്രഭു സംഹിതകൾ, സുഹൃത് സംഹിതകൾ, കാന്താ സംഹിതകൾ എന്നൊക്കെ. വേദങ്ങളൊക്കെ തന്നെ പ്രഭു സംഹിതകൾ എന്ന ഒരു കാറ്റഗറിയിലാണ് വരിക. പ്രഭുക്കന്മാർ എന്താണ് ചെയ്യുക? അവർ ആജ്ഞാപിച്ചും അനുശാസിപ്പിച്ചും നേർവഴി നടത്തുന്നവരാണ്. അത് തന്നെയാണ് വേദങ്ങളുടെ ഒരു രചനാരീതി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പ്രഭുക്കന്മാരെ പോലെയാണ്, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. ഇനി അത് പഠിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പിന്നീട് പുരാണങ്ങൾ രചിച്ചു എന്നുള്ളതാണ്. പുരാണങ്ങളെ സമീപിക്കുന്ന സമയത്ത് പുരാണങ്ങളുടെ ഒരു രചനാരീതി പരിശോധിച്ചാൽ അത് സുഹൃത് സംഹിതകൾ എന്ന് പറയും. ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നത് പോലെയാണ് പുരാണങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. ഇനി അതിൽ നിന്നും കാവ്യത്തിലേക്ക്, രാമായണമൊക്കെ കാവ്യമാണ്. ആദികാവ്യം രാമായണം, ആദികവി വാൽമീകി എന്നാണ് പറയാം. അപ്പൊ കാവ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കാവ്യങ്ങൾ കാന്താസംഹിതകൾ എന്നാണ് പറയുക. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രചനാരീതി. രാമായണം തന്നെ ആരംഭിക്കുന്നത് ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ്. സാക്ഷാൽ ലോകേശ്വരനായ പരമേശ്വരൻ ഉമാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു രചനാരീതി. ഇപ്പൊ ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ എന്താണ് ഇത്ര പ്രത്യേകത, അതിൻ്റെ ഔചിത്യം എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിൽ ശാസന ഉണ്ടാവും, കുത്തുവാക്കുകൾ ഉണ്ടാവും, ഒപ്പം തന്നെ സ്നേഹവും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ താളവുമായിട്ട് ഏറെ ബന്ധിപ്പിക്കാവുന്ന ഒരു ശൈലിയാണ് ഈ കാവ്യങ്ങൾക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തെ, ഭാരതത്തിന്റെ 2 ഇതിഹാസഗാഥകൾ ഉണ്ടായിട്ടും രാമായണം നമ്മൾക്കിടയിൽ പ്രചാരം നേടാൻ കാരണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുണ്ട്, വാൽമീകിയുടെ രാമനേക്കാൾ എഴുത്തച്ഛൻ്റെ രാമനെ അറിയുന്നവർ കൂടും എന്ന് പറയാറുണ്ട്. വളരെ താളബന്ധിതമായി ഒരു കൊഞ്ചലിൻ്റെ മാധുരിയോടുകൂടി കിളിയെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അതിനെ ആവിഷ്കരിച്ച ഒരു ശൈലി തന്നെയാണ് അതിന് നിദാനമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തു തന്നെയാണെങ്കിലും മൂലഗ്രന്ഥത്തിലെയും അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെയും സന്ദർഭങ്ങളെ ചേർത്ത് കോർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ യാത്ര ആരംഭിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്.
നോക്കൂ, രാമായണം എന്ന് പറയുന്ന ഒരു കാവ്യം ജനിക്കുവാൻ നിദാനമായ ഒരു സന്ദർഭം നമുക്കറിയാം. കവിയും അല്ലെങ്കിൽ തപസ്സും കവിത്വവും ഒക്കെ ജന്മസിദ്ധമായിട്ടുള്ള ഒരാളാണ് വാത്മീകി മഹർഷി. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും സന്ദർഭം വരാത്തത് കൊണ്ട് ഉള്ളിലുള്ള ആ ഒരു രാമായണം എന്ന് പറയുന്ന ഒരു കാവ്യം ഇപ്പോഴും പുറത്ത് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അതിനുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് രാമായണം വിരൽ ചൂണ്ടുന്നു. വാത്മീകി മഹർഷി അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഭരദ്വാജനുമൊത്ത് സ്നാനത്തിനായി തമസാ തീരത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മഹർഷി നോക്കി നിൽക്കെ തന്നെ ഒരു വേടൻ, ഒരു വ്യാധൻ ഇണപക്ഷികളിൽ ഒന്നിനെ അമ്പെയ്യുന്നു. ആ പക്ഷി താഴെ വീണ് പിടഞ്ഞ് മരിക്കുന്നു. അത് കണ്ട് ക്രൗഞ്ചപ്പിട നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് വാത്മീകി മഹർഷി നോക്കി നിൽക്കുന്നത്. ഈ വേടൻ ചെയ്ത അധർമ്മത്തിൽ അമർഷം പൂണ്ട മഹർഷി വേടനെ ശപിക്കുകയാണ്. ആ ശാപശ്ലോകമായിട്ടാണ് രാമായണത്തിന്റെ ഒരു തുടക്കം പറയുന്നത്. മാനിഷാദ പ്രതിഷ്ഠ്വാ ത്വമഗമ ശാശ്വതീ സമ യൽ ക്രൗഞ്ചമിഥുനാദേകം അവതീ കാമമോഹിതം എന്ന്. നോക്കൂ, ഇതിനെ ഒരു ശാപശ്ലോകമായിട്ടും വ്യാഖ്യാനിക്കാറുണ്ട്, ഇതിനെ വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമായിട്ടും ഇതിനെ വ്യാഖ്യാനിച്ചു കാണാറുണ്ട്. വാത്മീകി മഹർഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് തന്നെ തോന്നി, എപ്രകാരമാണ് ഒരു ശാപവാക്ക് എൻ്റെ നാവിൽ നിന്നും ഉണ്ടാവാൻ കാരണം? ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന്. പിന്നീടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്, ഇത് ബ്രഹ്മപ്രേരിതമാണ്. ഇത് രാമായണ എന്ന് പറയുന്ന ഒരു വലിയൊരു കാവ്യത്തിന് അതിൻ്റെ രചനാരീതിക്ക് നിദാനമാകുന്ന ഒരു ശ്ലോകമായി പരിണമിക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു അശരീരി ഉണ്ടാകുന്നത് ഇപ്രകാരമാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇതിലെ വളരെ കൃത്യമാണ്. മാനുഷാദ എന്ന് പറയുകയാണ്, അരുത് കാട്ടാള. അപ്പൊ വേടൻ ചെയ്ത അധർമ്മത്തിൽ അമർഷം പൂണ്ട മഹർഷി ശപിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ വേടൻ എങ്ങനെയാണ് അധർമ്മം ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക എന്ന ചിന്തയിലേക്കാണ് നമ്മൾ വരുന്നത്. വേടന്റെ കുലം തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വേട്ടയാടി അതിനെ കൊന്ന് ഭക്ഷിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് അവർ ജീവിക്കുന്നത്. അത് അവരുടെ കുലധർമ്മമാണ്. പക്ഷെ ഇവിടെ പറയുന്നു, വാൽമീകി മഹർഷി വേടൻ ചെയ്ത കർമ്മത്തിൽ അധർമ്മം പൂണ്ട്, അത് അധർമ്മത്തെ കണ്ടുകൊണ്ടാണ് ശപിക്കുന്നത് എന്ന്. അപ്പൊ എങ്ങനെയാണ് ഇത് തെറ്റായി മാറുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് വേടൻ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൗഞ്ചപ്പിടകളിൽ ഒന്നിനെയാണ് വേടൻ അവിടെ അമ്പെയ്യുന്നത് എന്നുള്ളതാണ്. ഇണപക്ഷികൾ സല്ലപിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടാത്തൊരു പ്രവൃത്തി ചെയ്തത് വേടന്റെ കുലധർമ്മത്തെ തന്നെ, ആ നിയമസംഹിതയെ തന്നെ തെറ്റിച്ചിരിക്കുകയാണ് എന്നുള്ളത്. സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ഇണപക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് കൊല്ലുകയായിരുന്നു. ഇത് തെറ്റു തന്നെയാണ്. അതുകൊണ്ട് മഹർഷി പറയുന്നു, മാനിഷാദ, അരുത് കാട്ടാള. പിന്നെ എന്താ പറയുന്നത്? ഈ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ കൊന്ന വേട, നീ നീണാൾ വാഴാതെ പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഇതെങ്ങനെയാണ് രാമായണ കഥയായിട്ട് മാറുക? രാമന്റെ ചരിതമായിട്ട് ഇത് എങ്ങനെയാണ് മാറുക എന്ന് ചോദിച്ചാൽ, രാമനും സീതയുമാണ് രണ്ട് പക്ഷികൾ. ഇപ്രകാരം നമുക്ക് ആലോചിച്ചാൽ കുറച്ചുകൂടി നമുക്കതിനെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഈ ശ്ലോകം രാമായണ കഥയായി പരിണമിക്കുന്നത് ഇപ്രകാരമാണ്. രാമനും സീതയുമാണ് രണ്ട് പക്ഷികൾ, ഇണപക്ഷികൾ. അതിൽ ഒന്നിനെ കട്ടുകൊണ്ടുപോകുന്ന വേടന്റെ സ്ഥാനത്ത്, വ്യാധന്റെ സ്ഥാനത്ത് രാവണനെയാണ് രാമായണം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇണപക്ഷികളിൽ ഒന്നിനെ വേർപെടുത്താൻ ശ്രമിച്ച വേടന് ആയുസറ്റു പോകുന്നത് പോലെ രാവണനും അത് സംഭവിക്കുന്നു എന്ന ഒരു രീതിയിൽ ഈ ശ്ലോകം രാമായണമായി മാറുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഭഗവാൻ സാക്ഷാൽ വിഷ്ണുവിനെ, ആ ജനമനസ്സുകളിൽ വിഷ്ണുവിന് ശാശ്വത പ്രതിഷ്ഠയുണ്ടാകുവാൻ വാൽമീകി മഹർഷി രാമനെ ആശീർവദിക്കുന്ന ഒരു ശ്ലോകവുമായിട്ടും ഇതിനെ വ്യാഖ്യാനിച്ചു കാണാറുണ്ട്. ഇനി രാമായണത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സന്ദർഭത്തിലേക്ക് വരുമ്പോൾ, വാൽമീകി മഹർഷി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും ശ്രേഷ്ഠനായ ഈ ലോകത്തിലെ വ്യക്തി ആരാണ് എന്ന്. അങ്ങനെ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, കോൺവസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്യ വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതാം ചാരിത്രേണ ച കോയുക്തഃ സർവഭൂതേഷു കോഹിതാ വിദ്വാൻ കക്കസമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനാത്മവാൻ കോജിതക്രോധോ ദ്യുതിമാൻ കോനസൂയഃ
ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ. വാത്മീകി നാരദരോട് ചോദിക്കുന്നു, അല്ലയോ മഹർഷേ, ആരാണ് ഈ ലോകത്ത് ഇത്രയധികം ഗുണങ്ങൾ തികഞ്ഞ ഒരാള്? ക്രോധത്തെ ജയിച്ചവൻ ആരാണ്? അസൂയയെ ജയിച്ചവൻ ആരാണ്? മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൽ ശ്രേഷ്ഠൻ ആരാണ്? ഗുരുപാദ സേവയിൽ ശ്രേഷ്ഠൻ ആരാണ്? ഇങ്ങനെയുള്ള സത്യപരാക്രമിയായിട്ടുള്ള ആളാരാണ്? ഇങ്ങനെയുള്ള 16ഓളം ഗുണങ്ങളെ തന്നെ ഈ ശ്ലോകം പറയുന്നു. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയവൻ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്കും ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പോൾ സത്യവാക്യോ എന്ന് പറയുന്ന പോലെ ചിലവർ സത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചില ഗുണങ്ങളെ വെടിയുന്നതായിട്ടും ചില സന്ദർഭങ്ങളിൽ കാണാം. പക്ഷെ രാമൻ ഏതു പ്രതിസന്ധി വന്നാലും ഈ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നവനാണ്. ഇത്രയധികം ഗുണങ്ങളോടുകൂടി അഭിരമിക്കുന്നവനാണ് എന്ന് പറയാൻ സാധിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കാണിച്ചു തരൂ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാമൻ എന്ന് നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ കാണിക്കുന്നത് വാൽമീകിയുടെ മുന്നിലേക്ക്. അപ്പൊ ഇത്രയും ഗുണങ്ങളെ തിരഞ്ഞുള്ള ഒരു യാത്രയിൽ രാമൻ എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല എന്ന് രാമായണം മുന്നോട്ട് വെക്കുമ്പോൾ ഈ ഗുണങ്ങൾ നമുക്കും പാഠ്യവിഷയങ്ങളാണ്. നമുക്കും മനനം ചെയ്ത് ഈ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി രാമായണം ജനിക്കുന്നു. ചരിത്ര പശ്ചാത്തലമായിട്ട് അയോധ്യ രാമൻ വന്ന് ജനിക്കാൻ ഇടയായ ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത ഇടം എന്നാണ്. ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കാത്തൊരു സ്ഥലത്തെയാണ് അയോധ്യ, യുദ്ധമില്ലാത്ത സ്ഥലമെന്ന്. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ പല യുദ്ധങ്ങളിലൂടെയുമാണ് കടന്നു പോയിട്ടുള്ളത് എങ്കിലും ആന്തരികമായ ഒരു യുദ്ധത്തെ, നമ്മുടെ ഉള്ളിലൊക്കെ കാമക്രോധാദികളോട് നമ്മൾ നിത്യനിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ജയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാക്കി നമ്മളുടെ മനസ്സിനെ അയോധ്യയാക്കി മാറ്റുമ്പോൾ കേവലം ചരിത്ര പശ്ചാത്തലം കാണിക്കുന്ന ഒരു സ്ഥലം മാത്രമായിട്ടല്ല അയോധ്യ, നമ്മുടെയൊക്കെ ഒരു മനസ്സിന്റെ അവസ്ഥയാണ് അത് കുറിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഇങ്ങനെ ഒരു മനസ്ഥിതി, അയോധ്യയാകുന്ന ഒരു മനസ്ഥിതി ആർക്കുണ്ടോ അവിടെയാണ് രാമൻ വന്ന് ജനിക്കുന്നത്. അപ്പോൾ രാമന്റെ ജീവിതം ഇപ്പോൾ ലൗകിക ജീവിതത്തിലേക്ക്, വ്യാവഹാരിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ദശരഥനാണ് രാമന്റെ പിതാവായിട്ട് വരുന്നത്. ഇതിനെ വളരെ താത്വികമായിട്ട് അവലോകനം ചെയ്തുകൊണ്ടാണ് നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. ദശരഥൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷണമാണ്, യഥാർത്ഥ നാമം നേമി എന്നാണ്. അജമഹാരാജാവിന്റെയും ഇന്ദുമതിയുടെയും പുത്രനാണ് ദശരഥൻ. നേമി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ യുദ്ധ നൈപുണ്യം ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെ സഹായിക്കുവാൻ വേണ്ടി ഈ നേമി അയോധ്യയിൽ നിന്നും ദേവലോകത്തേക്ക് പോവുകയും യുദ്ധം നന്നായിട്ട് നയിക്കുകയും ചെയ്യാറുണ്ട്. ഒരിക്കൽ ശാംബരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ദേവന്മാരെ എല്ലാം വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വേളയിൽ ദേവേന്ദ്രന്റെ ക്ഷണപ്രകാരം നേമി വീണ്ടും ആ യുദ്ധരംഗത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം ഈ ശാംബരാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ 10 ദിക്കിലേക്കും ഒരേ സമയം തേർത്തെളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ളൊരു സാമർഥ്യം, അങ്ങനെ ഒരു പാടവം അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നേമി ആ അസുരത്തിൽ ഗംഭീരമായിട്ട് വിജയിക്കുകയും അസുരനെ തോൽപ്പിക്കുകയും ദേവാദികൾക്ക് വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട ഒരു നാമമാണ് ദശരഥൻ എന്ന്. 10 ദിക്കിലേക്കും ഒരേ സമയം തേർത്തെളിച്ച് ആ സമരചാതുര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട നാമമാണ് ദശരഥൻ. ഇനി അതിൻ്റെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദശരഥം, രഥം നമ്മുടെ ശരീരമാണ്. ദശ എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 10 ശരീരം എന്നല്ല അർത്ഥം, 10 ഇന്ദ്രിയങ്ങൾ അടങ്ങിയ ശരീരത്തിന്റെ പേരാണ് ദശരഥൻ. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, വാക്ക്, കയ്യ്, കാല്, പായു, പാണി, ഉപസ്ഥം, ഇങ്ങനെയുള്ള പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങുന്ന ശരീരത്തിന് ദശരഥൻ എന്ന് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ദശരഥമാകുന്ന ശരീരത്തിൽ 3 കർമ്മഭാവങ്ങളും 4 ജീവഭാവങ്ങളും പ്രത്യക്ഷമാകുന്നു. നമ്മുടെ തന്നെ ശരീരത്തിന്റെ, നമ്മുടെ തന്നെ മനസ്സിന്റെ ജീവനാകുന്ന ഒരു 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 പ്രഹേളികയുടെ ഒരു യാത്രയായിട്ട് രാമായണത്തിനെ വ്യാഖ്യാനിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ദശരഥമാകുന്ന ഈ ശരീരത്തിലെ 3 കർമ്മഭാവങ്ങളെയാണ് 3 പത്നിമാരായിട്ട്, ദശരഥന്റെ 3 പത്നിമാരായിട്ട് കഥയിൽ പറയുന്നത്. കൗസല്യ, കൈകേയി, സുമിത്ര. നമുക്കറിയാം നമ്മുടെ കർമ്മങ്ങള് സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗന്തുകം, ഇങ്ങനെ 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഇച്ഛയുണ്ട് പക്ഷെ ക്രിയയോളം എത്തിയിട്ടില്ല എന്നുള്ള കർമ്മങ്ങളെ സഞ്ചിത കർമ്മം എന്ന് പറയും. അതിൻ്റെ പ്രതീകമാണ് കൗസല്യ മാതാവ്. ഇനി ഇച്ഛയിൽ ആരംഭിച്ച് ക്രിയയിൽ അവസാനിക്കുന്ന കർമ്മങ്ങളെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകമാണ് കൈകേയി മാതാവ്. ഇനി പ്രാരബ്ധങ്ങൾ കൊണ്ട് പുനരുണ്ടാകുന്ന കർമ്മങ്ങളെയാണ് ആഗന്തുകം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രതീകമാണ് സുമിത്ര. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛാശക്തി കൗസല്യയും ക്രിയാശക്തി കൈകേയിയും ജ്ഞാനശക്തിയുടെ പ്രതീകമായി സുമിത്രയും നിലകൊള്ളുന്നു. അപ്പോൾ ദശരഥമാകുന്ന ശരീരത്തിൻ്റെ 3 കർമ്മഭാവങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ശരീരത്തിന് 4 ജീവഭാവങ്ങളുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നിങ്ങനെ. അതിൽ ജാഗ്രത്തിന്റെ പ്രതീകമാണ് ശ്രീരാമചന്ദ്രൻ, സ്വപ്നത്തിന്റെ പ്രതീകമാണ് ലക്ഷ്മണൻ, ഇനി സുഷുപ്തിയുടെ പ്രതീകമാണ് ഭരതൻ. അടുത്തത് ജീവന്റെ പ്രയാണം സാക്ഷാത്കരിക്കുന്ന ഒരു പദമുണ്ട്, ഒരു പോസ്റ്റ് ഉണ്ട്. അതിനെയാണ് തുരീയം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ട ഒരു ഇടം, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങളെ ഒക്കെ കൊണ്ട് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഇടമാണ് തുരീയം. ഇതിന്റെ പ്രതീകമാണ് ശത്രുഘ്നൻ. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, ശ്രീരാമചന്ദ്രനെ അല്ലേ ഈ തുരീയം എന്നുള്ള പോസ്റ്റിൽ വെക്കേണ്ടിയിരുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അവതാര പുരുഷനാണ് രാമൻ എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ച് ഒരു പച്ചയായ മനുഷ്യനായി ജനിച്ച രാമന്റെ ജീവിതത്തിലൂടെ, അതായത് നമ്മളിലൂടെ തന്നെ ഈ കഥയെ ഒന്ന് താത്വികമായി വിചിന്തനം ചെയ്യുകയാണ്. ജാഗ്രതയിലിരിക്കുന്ന രാമന്മാരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി ജാഗ്രത്തിനെ താണ്ടി, സ്വപ്നത്തിനെ താണ്ടി, സുഷുപ്തിയെ താണ്ടി തുരീയം എന്ന് പറയുന്ന ശത്രുരഹിതമായ അയോധ്യ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പുരോഗമിക്കുമ്പോഴാണ് രാമന്റെ അയനം പൂർണ്ണമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ദശരഥമാകുന്ന നമ്മുടെ ശരീരത്തിന്റെ 3 കർമ്മഭാവങ്ങൾ 3 പത്നിമാരാണ്, 4 ജീവഭാവങ്ങൾ 4 പുത്രന്മാരായിട്ടും രാമായണം പറയുന്നു. ഇനി രാമൻ വന്ന് ജനിക്കുന്നു അയോധ്യയിൽ. ജനിച്ചു കുറച്ചു നാൾ കഴിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ടാണ് രാമൻ യോഗവാസിഷ്ടം, ജ്ഞാനവാസിഷ്ടം എന്നറിയപ്പെടുന്ന വലിയൊരു കാര്യം ജീവിതത്തിൽ ഗ്രഹിക്കുന്നത്. പിന്നെ മാത്രമല്ല ധനുർവിദ്യയിലും അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകളായിട്ട് ഈ 4 പുത്രന്മാരും മാറുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഏതൊരുവിൻ്റെ ജീവിതവും പൂർണ്ണമാകുന്നത് 4 തരത്തിലുള്ള വിദ്യാഭ്യാസ സപര്യയിലൂടെയാണ്. ആചാര്യാൽ പാദമാദത്തെ, പാദം ശിഷ്യ സ്വമേധയാ, പാദം സ്വബ്രഹ്മചാരിഭ്യ, പാദം കാലക്രമേണ ച എന്ന് പറയും. നമ്മുടെ ജീവിതത്തെ ഒരു സർക്കിളായിട്ട്, ഒരു വൃത്തമായിട്ട് പരിഗണിച്ചാൽ അതിനെ 4ആയി ഭാഗിച്ച് ആദ്യ കാൽഭാഗം തരുന്നത്, അതിൻ്റെ വിദ്യാഭ്യാസം നമുക്ക് തരുന്നത്, അതിൻ്റെ പക്വത നമുക്ക് തരുന്നത് ആചാര്യാൽ പാദമാദത്തെ, ആചാര്യ വാക്കുകൾ മുഖേനയാണ്. ആചാര്യനാണ് നമുക്ക് ഈ ഒരു വിദ്യാഭ്യാസം തരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത കാൽഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. പാദം ശിഷ്യ സ്വമേധയാ, സ്വന്തമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. അധ്യാപകനും ആചാര്യനും പഠിപ്പിച്ചു തന്നത് മാത്രമല്ല, അതിനെ മനനം ചെയ്ത് ജീവിതത്തിൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യുന്ന, കുറച്ചുകൂടി സ്വാധ്യായം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ പാദം ശിഷ്യ സ്വമേധയ എന്ന വാക്ക് അന്വർത്ഥമാകുന്നു. ഇനിയോ അടുത്ത ഒരു കാൽഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരികളിൽ നിന്നും കൂട്ടുകാരന്മാരിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു പാദഭാഗമാണ്. പാദം സ്വബ്രഹ്മചാരിഭ്യ. അടുത്തതോ പാദം കാലക്രമേണ, കാലക്രമത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ചില അറിവുകളുണ്ട്. ഇങ്ങനെ ആചാര്യനിൽ നിന്നും സ്വന്തമായും സാഹചര്യങ്ങളിൽ നിന്നും കാലക്രമേണയും നമുക്ക് ലഭിക്കുന്ന 4 വിദ്യാഭ്യാസ പദ്ധതികളിലൂടെയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അറിവ് പൂർണ്ണമത എന്ന രീതിയിൽ അത് നമ്മളിലേക്ക് നിറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ രാമനും ഒരു കുട്ടിയായി അയോധ്യയിൽ ജനിച്ചപ്പോൾ ആദ്യം വിദ്യാഭ്യാസത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാതാപിതാക്കൾ. അപ്പൊ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയിൽ നിന്നും
വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നു ലഭിച്ചു. അത് കഴിഞ്ഞ് കാര്യഗുരുവിൽ നിന്നും കാരണഗുരുവിലേക്കുള്ള ഒരു പ്രയാണത്തിന് തുടക്കമായി എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനമാണിത്. വിശ്വാമിത്ര മഹർഷി അമാവാസി തോറും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു യാഗം നടത്തുന്നുണ്ട്, കരൂഷമെന്നും മലതമെന്നും പേരുള്ള ഒരു വനത്തിൽ വെച്ച്. പക്ഷേ അത് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് താടക, സുബാഹു, മാരീചൻ തുടങ്ങിയിട്ടുള്ള രാക്ഷസ കൂട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരെ ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ രാമലക്ഷ്മണന്മാരെ കൊണ്ട് ഇത്തരത്തിലുള്ള രാക്ഷസ കൂട്ടങ്ങളെ ഓടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കായിട്ട് ഈ 12 വയസ്സ് മാത്രം പ്രായമുള്ള, എന്നാൽ യുദ്ധ നൈപുണ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഈ കുമാരന്മാരെ കാട്ടിലേക്ക് വിട്ടയക്കണമെന്ന ആ ഒരു ചോദ്യവുമായിട്ട് ആണ് വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് സത്യത്തിൽ വരുന്നത്. നോക്കൂ, നമ്മൾ അറിയാതെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് പക്വമായാൽ, നമ്മുടെ മനസ്സ് പാകപ്പെട്ടാൽ ഗുരുക്കന്മാർ നമ്മളുടെ അടുത്തേക്ക് വരും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. രാമന് കാര്യഗുരുവിൽ നിന്നും കാരണഗുരുവിലേക്കുള്ള ഒരു പ്രയാണത്തിന് സമയമായിരിക്കുന്നു എന്ന് ഋഷി പരമ്പര, ഈ പ്രകൃതി തന്നെ ഉദ്ഘോഷിക്കുന്ന ഒരു സമയത്താണ് വിശ്വാമിത്രന്റെ ആഗമനം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ശരീരമാകുന്ന ദശരഥനുണ്ടോ അത് മനസ്സിലാകുന്നു? നോക്കൂ, ദശരഥന്റെ ഒരു സ്വഭാവത്തിൽ വന്നുകൂടിയിട്ടുള്ള ഒരു പ്രശ്നം നമുക്കെല്ലാവർക്കും നമ്മളുടെ ലൗകിക ജീവിതത്തിൽ അനുഭവപ്പെടാറുള്ള ഒരു കാര്യമാണ്. നാട്ടിൻ പുറത്തെല്ലാം പറയും തല മറന്ന് എണ്ണ തേക്കുക എന്ന്. വിശ്വാമിത്ര മഹർഷി വരുമ്പോൾ തന്നെ ആ വരൂ മഹർഷി എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് ഒരു വാക്കാണ് മഹാരാജാവായിരുന്നിട്ടും കൊടുക്കുന്നത്. എന്നാൽ അവർ ഈ കുട്ടികളെയാണ് ആവശ്യപ്പെടുന്നത് എന്ന് ദശരഥൻ അറിയില്ലായിരുന്നു. പിന്നീട് കാര്യമറിയുമ്പോൾ ദുഃഖിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ദശരഥൻ ചെന്ന് വീഴുകയാണ്. അതുപോലെ തന്നെയാണ് അയോധ്യാകാന്ഡത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കൈകേയിയുടെ കഴുത്തിൽ ദശരഥൻ സ്വന്തം കഴുത്തിൽ കയറിട്ട് അതിൻ്റെ അറ്റം കൈകേയിക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു സന്ദർഭത്തിലേക്കാണ് അവിടെ വരുന്നത്. സ്വന്തം കഴുത്തിലെ കയറ്, അതിൻ്റെ ബാക്കി ഭാഗം കൈകേയിക്ക് കൊടുത്ത് സ്വന്തം ജീവിതത്തിൽ തന്നെ കുരുക്കിടുന്ന ഒരാളായിട്ട് മാറുകയാണ്. കോപഗ്രഹത്തിൽ അല്ലെങ്കിൽ ക്രോധാലയത്തിൽ പ്രവേശിച്ച കൈകേയിയെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദശരഥ മഹാരാജാവ് പോകുന്ന സമയത്ത് നിനക്ക് ഈ ഗതി വരുത്തിയത് ആരാണോ അവനെ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, നീ ഒന്ന് എഴുന്നേൽക്കൂ, രാമനാണേ സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശരഥൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഭാഗവതം ദശരഥനെ സ്ത്രൈണസ്യചാപി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നോക്കൂ, മറ്റുള്ളവരുടെ വാക്കുകളിൽ കുരുങ്ങി സ്വന്തം ജീവിതം ബലി കൊടുക്കുന്ന ഒരാളായിട്ട് പല സമയങ്ങളിലും മാറാറുള്ളപ്പോൾ ദശരഥനോട് നമ്മെ താരതമ്യപ്പെടുത്തിക്കൂടെ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും ദശരഥൻ കാണിക്കുന്ന ഒരു കാര്യം, മഹർഷിയെ അർഘ്യപഥ്യാദികളോടുകൂടി സ്വീകരിച്ച് അയോധ്യയിലേക്ക് ആനയിച്ചു. എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് വിശ്വാമിത്ര മഹർഷിക്ക് വാക്കുകൊടുത്തു. മഹർഷി പറയുകയാണ്, ഞാൻ കാട്ടിലേക്ക് ഈ 12 വയസ്സുള്ള രാമകുമാരന്മാരെ, രാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇത് കേട്ടതോടുകൂടി ദശരഥനാകെ വിഷമമായി എന്നുള്ളതാണ്. നോക്കൂ, പിന്നീടാണ് വസിഷ്ഠ മഹർഷിയുടെ സത്സംഗം കൊണ്ട് ആ ഒരു വിഷമം മാറിക്കിട്ടാൻ ഇടയാകുന്നത് എന്നുള്ളതാണ്. ഇതിനെ ഒരു ജീവനുമായി ബന്ധപ്പെടുത്തി നമ്മൾ സ്വീകരിക്കുകയാണ് ഈ അർത്ഥത്തെ എങ്കിൽ, ദശരഥൻ നമ്മുടെ ശരീരമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ജീവൻ ആധ്യാത്മികമായി പുരോഗമിക്കുമ്പോൾ വിഷമിക്കുന്നത് ആരാണ്? സത്യത്തിൽ ശരീരമാണ്. നമുക്ക് പല രീതിയിൽ ഇരിക്കാനും നിൽക്കാനും നടക്കുവാനും ഒക്കെയുള്ള ക്ലേശങ്ങൾ, ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ, മനസ്സിനുണ്ടാകുന്ന വിഷമങ്ങൾ, ഇതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭാവമാണ് ദശരഥൻ എന്ന് പറയുന്നത്. ഇവിടെ രാമനും ലക്ഷ്മണനും ദശരഥന്റെ തന്നെ ജീവഭാവങ്ങൾ തന്നെയാണ്. അപ്പൊ ജീവൻ ആധ്യാത്മികമായി സഞ്ചരിക്കുമ്പോൾ ക്ലേശിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത് ശരീരമാണ്. ആ ശരീരത്തിന്റെ ക്ലേശത്തെ എങ്ങനെയാണ് നമ്മൾ മാറ്റുക? അതിനെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു മരുന്ന് മാത്രമേ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, സത്സംഗം ഒന്നുകൊണ്ട് മാത്രം. ആ സത്സംഗം കൊണ്ട് ജീവൻ മുക്തരാവാൻ വേണ്ടി രാമായണം നമ്മളെ കൂടെ കൂടെ വിളിക്കുന്നു. ഒരു കഥയായിട്ട്, ഒരു ചരിത്രമായിട്ട് ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ പോലും അതിനിടയിൽ ആത്മലാഭത്തിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ളത് ഇപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വസിഷ്ഠ മഹർഷി പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ദശരഥൻ നിൽക്കുകയാണ്. ഈ 12 വയസ്സുള്ള കുട്ടികളാണെങ്കിലും അവര്
വിശ്വാമിത്ര മഹർഷിയോടുകൂടി പോയി കഴിഞ്ഞാൽ, വിശ്വാമിത്രൻ സാക്ഷാൽ രാജർഷിയും സ്വയമേവ ബ്രഹ്മർഷിയും ഒക്കെയാണ്. അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ട് ഈ 17 ലോകത്തിലും ഒന്നും തന്നെയില്ല. അതുകൊണ്ട് വിഷമിക്കാതിരുന്നാലും രാമന്റെയും ലക്ഷ്മണന്റെയും കീർത്തി ദേശദേശാന്തരം വ്യാപിച്ച് അവർ പുകഴ്പെട്ടവരായി മാറും എന്ന് വസിഷ്ഠ മഹർഷിയുടെ ആ ഒരു ഉറപ്പിന്മേലാണ് ദീർഘകാലം കാത്തിരുന്നുണ്ടായ സന്താനങ്ങളായിട്ട് പോലും ദശരഥ മഹാരാജാവിൻ്റെ ആ ക്ലേശവും വിഷമമൊക്കെ മാറി അവരെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ നമുക്ക് അനുസ്മരിക്കാനുള്ള ഒരു കാര്യം ഇതാണ്. വിശ്വാമിത്രൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശ്വേശാം മിത്രം ഇതി വിശ്വാമിത്ര എന്നാണ്. ഈ വിശ്വത്തിൻ്റെ തന്നെ സുഹൃത്താണ് വിശ്വാമിത്രൻ, ഈ ലോകത്തിൻ്റെ ഫ്രണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട്, അദ്ദേഹത്തിന്റെ തപസ്സനുസരിച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. ഈ പറഞ്ഞ താടകയെയും സുബാഹുവിനെയും എല്ലാം വധിക്കാൻ വിശ്വാമിത്രന് സാധിക്കും. പിന്നെ എന്തിനാണ് ഈ ചെറിയ കുട്ടികളെ, കൗമാരം വിടാത്ത കുട്ടികളെ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ, അവരാണ് ഇനി വരും കാലങ്ങളിൽ വിവിധ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടത്. അതിലേക്ക് അവരെ പക്വപ്പെടുത്തുകയാണ് വിശ്വാമിത്രൻ എന്ന ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതിലേക്ക് അവരെ പടിപടിയായി ഉയർത്തുകയാണ് വിശ്വാമിത്രന്റെ ലക്ഷ്യം. നോക്കൂ, ഈ ഒരു ഗുരുനാഥനാണ് ഒരു പക്ഷേ രാമായണത്തിലെ ഇന്ന് രാമനെ നാം ആരാധിക്കാൻ ഉതകുന്നൊരു വിശേഷ സംഗതിയാക്കി മാറ്റുന്നത്. രാമന്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ ഉയർത്തുന്നത്, രാമന്റെ തപസ്സിനെ ഉയർത്തുന്നത്, അതിനൊക്കെ അനുഗ്രഹവും പാഠവുമാകുന്ന ഒരു വിശ്വഗുരുവായി മാറാൻ വിശ്വാമിത്രന് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയും ഈ കുമാരന്മാരും കാട്ടിലേക്ക് യാത്രയാവുകയാണ്. വലിയൊരു ലക്ഷ്യവുമായി തന്നെ ആവിഷ്കരിക്കാൻ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴികളിലൂടെ. അത് കേവലം സുഖമായിട്ടുള്ളൊരു വഴിയല്ല. നോക്കൂ, നമ്മളുടെ ഭോഗങ്ങളെല്ലാം ത്യജിക്കുവാനുള്ള ആ കുമാരന്മാരുടെ ആ പരിപക്വതയാണ് നമ്മൾ ഈ സമയത്ത് എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പട്ടുമെത്തയിലും കൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളിലും കഴിഞ്ഞിരുന്നവർ വിശ്വാമിത്ര മഹർഷി വിളിച്ചയുടനെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി കൊട്ടാരം വിട്ടിറങ്ങുവാൻ തയ്യാറായിട്ടുള്ള ആ കൊച്ചു ബാലകന്മാർ, അവർക്കുള്ളതാണ് ഈ പ്രകൃതിയുടെ പാഠങ്ങൾ. പോകും വഴിക്ക് വിശ്വാമിത്ര മഹർഷി പുഴകളെയും മലകളെയും പൂക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്താണ് ആ വഴി സഞ്ചരിക്കുന്നത്. ഓരോ നദികളും അത് ഉത്ഭവസ്ഥാനവും അത് സമുദ്രത്തിലേക്ക് കരയേറുന്ന ജീവാത്മാ പരമാത്മാ ബന്ധത്തെ വരെ ഈ പ്രകൃതിയിൽ നിന്ന് ഗ്രഹിക്കാൻ ഈ കുമാരന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ആ സമയത്താണ് മഹർഷി ഈ കുട്ടികൾ പട്ടുമെത്തയിൽ നിന്ന് അല്ലെങ്കിൽ അവിടെയുള്ള കൊട്ടാരത്തിലെ സുഖങ്ങളെയൊക്കെ ത്യജിച്ച് കേവലം പർണത്തിൽ പുൽത്തകിടിയിൽ കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് രാമായണം ചിന്തിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സന്ധ്യാവന്തനാദികൾ, നമ്മുടെ സ്വാധ്യായത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നാണ്. കാട്ടിലായാലും നാട്ടിലായാലും നമ്മൾ മിനുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അതിന് പ്രകാശമുണ്ടാകുന്നത്, അതിന് തന്മയത്വം ഉണ്ടാകുന്നത്, നമ്മൾ ആ പ്രകൃതിയിലേക്ക് ലയിക്കുന്നത്. അതിന് ഏറ്റവും ഉചിതമായ ഒരു അന്തരീക്ഷം കാട് തന്നെയാണ് എന്ന് മഹർഷിക്ക്, പ്രകൃതി തന്നെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന പാഠങ്ങളായി ഈ ഒരു സാഹചര്യം രാമായണം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. വാൽമീകി രാമായണത്തിൽ പ്രകൃതി വർണ്ണനയുടെ ഒരുപാട് അധ്യായങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകാൻ സാധിക്കുക ആ സമയത്തൊക്കെ. അപ്പൊ വിശ്വാമിത്രൻ എന്ന് പറയുന്ന വലിയൊരു ഗുരുനാഥൻ രാമനെ കണ്ടെടുത്തിട്ടുള്ള ഒരു ഗുരു സാന്നിധ്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കൊക്കെ അറിയുന്നത് പോലെ, നമ്മളൊക്കെ കേട്ടിട്ടുള്ള വെങ്കടേശ്വര സുപ്രഭാതത്തിലെ MS സുബലക്ഷ്മിയുടെ ശബ്ദമാധുര്യത്തിലോടുകൂടി നമ്മൾ കേട്ടിട്ടുള്ള സുപ്രഭാതത്തിൻ്റെ ഈരടികൾ വാൽമീകി രാമായണത്തിൻ്റെ ആ ഒരു പ്രതീതിയിലേക്ക്, അതിൻ്റെ ഒരു ഭാവതലത്തിലേക്ക് നമ്മളെ ക്ഷണിക്കാറുണ്ട് പലപ്പോഴും. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്നികം. നോക്കൂ, ആന്നികം ദൈവം കർത്തവ്യം, ദൈവികമായ കർത്തവ്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അല്ലയോ കൗസല്യയുടെ സുപ്രജ, കൗസല്യയുടെ നല്ല കുട്ടി എഴുന്നേറ്റാലും എന്നാണ് അതിരാവിലെ തന്നെ, പ്രഭാതത്തിൽ തന്നെ മഹർഷി ഈ കുട്ടികളെ വിളിച്ചുണർത്തുന്നത്. വാത്സല്യം തുളുമ്പുന്ന
അയോധ്യയിലേക്ക് കുട്ടികളെ ക്ഷണിക്കുവാൻ വന്ന അല്ലെങ്കിൽ അയോധ്യയിൽ നിന്ന് ദശരഥന്റെ പക്കൽ നിന്നും കുട്ടികളെയും ഈ ഒരു ഉദ്യമത്തിലേക്ക് നയിക്കുവാൻ വന്ന വിശ്വാമിത്രൻ കുറച്ച് കാർക്കശ്യക്കാരനാകുന്ന ഒരു ചിത്രമാണ് മനസ്സിലൊക്കെ ഉള്ളതെങ്കിൽ ഇവിടെ തികച്ചും ഇവിടെ കൗസല്യയില്ല, വനത്തിൽ ദശരഥനില്ല, മറ്റു ബന്ധുക്കൾ ആരുമില്ല, വിശ്വാമിത്രൻ മാത്രമേ ഉള്ളൂ ഈ കുട്ടികൾക്ക് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും സാന്നിധ്യമായിട്ട്. അപ്പോൾ മഹർഷി ഒരമ്മയെ പോലെ ഒരച്ഛനെ പോലെ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു വരിയിലൂടെയാണ് കുട്ടികളെ പ്രഭാതത്തിൽ തന്നെ വിളിച്ചുണർത്തുന്നത്. അവർക്ക് ആത്മവിശ്വാസം ജനിക്കുന്നൊരു സമയമാണ് പ്രഭാതം. അവരെ നല്ല കഥകൾ കേട്ട് വാഹകരായിട്ടുള്ള ഈ ദിലീപന്റെയും അതുപോലെ ഈ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥന്റെയും ഒക്കെ പ്രയത്നങ്ങളെയും തപസ്സിനെയും കുറിച്ചുള്ള കഥകളൊക്കെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഉള്ളിലുള്ള സംശയങ്ങളെയൊക്കെ മാറ്റി ഒരു പ്രോത്സാഹനം എന്ന വണ്ണം ഈ ജീവിതത്തെ നോക്കിക്കാണാൻ, എന്തു പ്രതിസന്ധി വന്നാലും തളരാൻ സാധിക്കില്ല, ഞങ്ങൾ സകല സമസ്യകളും തരണം ചെയ്യുമെന്നുള്ള ശക്തി അവരിൽ ഉത്ഭൂതമാക്കാൻ വിശ്വാമിത്ര മഹർഷിക്ക് ഇതിലൂടെയൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് നിസ്തർക്കം പറയാവുന്ന ഒരു കാര്യമായിട്ടാണ്. അങ്ങനെ കൗസല്യയുടെ നല്ല കുട്ടി എഴുന്നേറ്റാലും എന്ന മാധുര്യം തുളുമ്പുന്ന വാക്കുകൾ ഏതൊരു മനുഷ്യൻ്റെയും പ്രഭാതത്തെ ധന്യമാക്കുന്ന ഒരു ഈരടികളാണ് രാമായണത്തിലെ അവ. അപ്പം അതിനെ കൃത്യമായി വിശദീകരിക്കുകയാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ ഒരു പഠനത്തിന് അതിനെ വിധേയമാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ കുട്ടികളെയും ഇതുപോലെ വാത്സല്യം പകർന്നു കൊടുത്തു വേണം അവരുടെ സന്ധ്യാവന്ദനാദി ക്രിയകളിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടി. ഒരു പ്രമാദവും ഒരു മടിയും ഒരു അലസതയും പാടില്ല. സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോഴും വിളക്ക് കൊളുത്തുകയും ദീപപ്രജ്വാലനം ചെയ്യുകയും നാമം ജപിക്കുകയും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും അതാത് വിശ്വാസ പ്രമാണങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന മാർഗങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് അതിൽ ഒരു മടിയും കാണിക്കാതെ അലസതയും കാണിക്കാതെ അവരെ ഈ ജീവിതത്തിലേക്ക്, ഈ കർമ്മകാണ്ഡത്തിലേക്ക്, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വര അർപ്പണമായി ചെയ്യുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതാപിതാക്കളായി നമ്മൾ മാറണം. അവിടെയാണ് വിശ്വാമിത്ര മഹർഷിയുടെ ധർമ്മം നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഒരു സപര്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓരോ മാസങ്ങളിലായി സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അമ്മമാരും എല്ലാ ഭക്തജനങ്ങളും സമ്മേളിക്കുന്ന ഈ സത്സംഗത്തിൻ്റെ 1-ാം ദിവസമായ ഇന്ന് രാമായണത്തിലെ അല്പം ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണം എല്ലാ മാസങ്ങളിലും ഇവിടെ നടക്കുന്നുണ്ടാവും. എല്ലാവരും ഇതിൽ പങ്കാളികളാകുക. നന്ദി, നമസ്കാരം.